ഇടുക്കി മൂന്നാർ മാട്ടുപെട്ടിക്ക് സമീപം വിനോദസഞ്ചാരികളായ സ്കൂൾ കുട്ടികളുമായി പോയ ജീപ്പ് അപകടത്തിൽപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്നും മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിൽപ്പെട്ട കുട്ടികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. അപകടത്തിൽ 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഒരു കുട്ടിക്ക് ഗുരുതരമായ പരിക്കും ഏറ്റതായാണ് വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, കുട്ടികളുടെ വിവരങ്ങളടക്കം എവിടെയാണ് ഈ പരിക്കേറ്റവരെ എത്തിച്ചിരിക്കുന്നത്? ഇതെപ്പോഴാണ് അപകടമുണ്ടായത്? വിവരങ്ങൾ ഏത് തരത്തിലാണ്? അപർണ, തമിഴ്നാട്ടിലെ തരൂരിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളുടെ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഈ മൂന്നാറിലെ സന്ദർശനത്തിനെത്തിയ വിദ്യാർത്ഥികൾ 2 ബസ്സുകളിലാണ് മൂന്നാറിലേക്ക് എത്തിയത്. തുടർന്ന് ഇവിടെ മൂന്നാറിലെ യാത്രയ്ക്കായി ജീപ്പ് വാടകയ്ക്ക് എടുക്കുകയായിരുന്നു. ഇത്തരത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു ജീപ്പ് മാട്ടുപ്പെട്ടിക്ക് സമീപം കുക്കയിലേക്ക് മറിയുന്നത്. 8 വിദ്യാർത്ഥികളാണ് ഈ ജീപ്പിൽ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിൽ 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഒരു കുട്ടിക്ക് സാരമായി പരിക്കേറ്റിട്ടുള്ളതായാണ് വിവരം. ഈ കുട്ടിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിലേക്ക് മാറ്റി. ഒപ്പം പരിക്കേറ്റ മറ്റ് 3 വിദ്യാർത്ഥികളെ മൂന്നാറിൽ ചികിത്സ നൽകി. 8 വിദ്യാർത്ഥികളാണ് ആകെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. വാഹനത്തിന്റെ അമിത വേഗതയും ഡ്രൈവറെ പരിചയമില്ലാത്തതൊക്കെയാണ് അപകടത്തിന്റെ കാരണമായി ആരോപണം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും മൂന്നാറിൽ എത്തുന്ന വിനോദസഞ്ചാരികളൊക്കെ ജീപ്പ് സഫാരിയൊക്കെ തിരഞ്ഞെടുക്കാറുണ്ട്. അത്തരത്തിൽ ഈ അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും ഇത്തരത്തിൽ ഒരു ജീപ്പ് യാത്രയ്ക്കായി വാടകയ്ക്കെടുത്തതായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടെയാണ് മാട്ടുപ്പെട്ടിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. ഈ വാഹനം ഓടിക്കുന്ന ജീപ്പ് ഡ്രൈവർമാർക്ക് പരിചയമില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളടക്കമുള്ള സഞ്ചാരികൾ യാത്ര ചെയ്യുമ്പോൾ കരുതേണ്ട ഒരു നടപടിയും സ്വീകരിച്ചില്ല. അമിത വേഗത്തിലായിരുന്നു ജീപ്പ് പോയത് എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ 4 പേർ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപർണ, പ്രിൻസ്, ഇതുപോലെ വിനോദ സംഘങ്ങളുമായിട്ട് വരിക അല്ലെങ്കിൽ ടൂറിസ്റ്റുകളുമായിട്ട് വരിക വളരെ ശ്രദ്ധയില്ലാത്ത തരത്തിലുള്ള ഡ്രൈവിംഗ് വലിയ തരത്തിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. യാത്രക്കാർ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നു. വലിയ പ്രാദേശികമായിട്ട് തന്നെ പല പരാതികൾ ഉയർന്നതാണ്. എന്നിട്ടും ഇത് തുടരുന്നു എന്നുള്ളൊരു സംശയം കൂടി ഉണ്ടോ? അപർണ, തീർച്ചയായും മൂന്നാറിൽ മാത്രമല്ല ഇടുക്കിയിൽ ഇത്തരത്തിൽ ജീപ്പ് സഫാരി നടത്തുന്ന വിവിധ മേഖലകളിൽ സമാനമായ സാഹചര്യങ്ങൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും നാട്ടുകാർ നിരന്തരം ഈ വിഷയങ്ങളിലൊക്കെ പരാതിപ്പെടാറുണ്ട്. അമിത വേഗത ഈ വാഹനങ്ങൾ പോകുന്നത് നിരവധി തവണ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഗ്രാമീണ മേഖലയിലൂടെ ഒപ്പം ഇടുങ്ങിയ വഴികളിലൂടെ മലകളിലേക്ക് ഒക്കെ കയറി പോകുന്ന ഇടുങ്ങിയ വഴികളിലൊക്കെ അമിത വേഗതയിൽ ജീപ്പ് പോകുമ്പോൾ അപകട സാധ്യത ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി നിരവധി തവണ നാട്ടുകാർ പരാതിപ്പെട്ടിട്ടുണ്ട്. പലതവണ ഇത്തരത്തിൽ അപകടങ്ങൾ ചെറുതും വലുതുമായ അപകടങ്ങൾ ഇടുക്കിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൃത്യമായ ഒരു ഇടപെടലൊന്നും ഗതാഗത വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറിയ തോതിലുള്ള നടപടിയൊക്കെ സ്വീകരിക്കുമെന്നുള്ളതല്ലാതെ കൃത്യമായ നിരീക്ഷണമൊന്നും ഈ സംഭവങ്ങളിലൊന്നും ഉണ്ടാവാത്തൊരു സാഹചര്യം ഉണ്ട്. മൂന്നാറടക്കമുള്ള മേഖലകളിൽ വിവിധ മേഖലകളിലേക്ക് മൂന്നാറിൽ നിന്നും വിവിധ പ്രദേശങ്ങളിലേക്ക് ഇത്തരത്തിൽ ജീപ്പ് സഫാരി ഉണ്ട്. മൂന്നാർ മാത്രമല്ല മറയൂര്, തേക്കടി, ഒപ്പം രാമക്കൽമേട്, വാഗമണ്ണ് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ജീപ്പ് സഫാരികൾ പോകുന്ന സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും തുടർച്ചയായി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളൊക്കെ എത്തുന്ന സമയങ്ങളിൽ പോലും വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പോലും അപകടം പറ്റുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാരടക്കം പരാതി പറഞ്ഞിട്ടും കൃത്യമായ ഇടപെടൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപർണ. പ്രിൻസ് ജെയിംസ്.